വേറെ സംഗീതം ഇല്ലേ എനിക്കാശ്രയം നീതാ നാദാ കൈവെടിയല്ലേ കാർപ്പുരക്ഷിക്കാൻ സാരാ കാർത്താലിയന്നാശ്രയം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 1-ാം വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? ദാവീദ് ഇസ്രായേലിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ശത്രുക്കളാൽ തകർക്കപ്പെട്ട് നിരാശിതനായി ദൈവ സമ്പർക്കവും ദൈവസാന്നിധ്യ ബോധവും നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ ഒരു വിലാപമാണ് ഈ വാക്യം. ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് പറഞ്ഞ കർത്താവും കുരിശുമേൽ കിടന്ന് ഈ വാക്യം ഉച്ചരിച്ചത് കൈവിട്ടുവെന്ന് തോന്നുന്ന ആത്മീയ അന്ധകാരത്തിൽ കടന്നപ്പോഴാണ്. പാപത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പാനപാത്രം പുത്രൻ നമ്മുടെ സ്ഥാനത്ത് ഏറ്റെടുക്കുകയാണ്. നമുക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അവൻ കടന്നു പോകുമ്പോൾ അവൻ നിലവിളിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നിരാശയുടെ നിഴലിലും മരണഭീതിയിലും കൂടി നടക്കുന്നവരെ ധൈര്യപ്പെടുത്തുന്ന കർത്താവായി അവൻ നമ്മോട് കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ താഴ്ന്ന നിലവിളിക്കുമ്പോഴും ഈ സാന്നിധ്യം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പ്രതിസന്ധികളിൽ ധൈര്യത്തോടെ യാത്ര തുടരുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളിൽ പകച്ചു പോകാതെ കൂടെയുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.